വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ ഫലം വന്നതിന് പിന്നാലെ ബിജെപി സംസ്ഥാന ഘടകത്തിൽ നേതൃമാറ്റമുണ്ടാകുമെന്ന് സൂചന. കെ സുരേന്ദ്രന് പകരം ടി രമേശ് സംസ്ഥാന അധ്യക്ഷനായേക്കും. ടി രമേശ് അധ്യക്ഷനാകുന്നതിൽ RSS നേതൃത്വത്തിനും അനുകൂല നിലപാടാണ്. ഫെബ്രുവരിയിലാണ് BJP സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ നിയമിതനായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെത്തുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ള പേരുകളിൽ ടി രമേശിനാണ് മുൻതൂക്കം കൂടുതൽ. കഴിഞ്ഞ കുറെ കാലമായി മലബാർ മേഖല കേന്ദ്രീകരിച്ചാണ് ടി രമേശിന്റെ പ്രവർത്തനം. തൃശൂർ ജില്ലയുടെ പ്രഭാരി എന്ന ചുമതലയുമുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ക്രെഡിറ്റും അദ്ദേഹത്തിന് അവകാശപ്പെടാം. ടി രമേശ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതോടെ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾ ഒരു പരിധിവരെ കെട്ടടങ്ങുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ടി രമേശ് BJP അധ്യക്ഷനാകുന്നതിൽ RSS നേതൃത്വത്തിനും അനുകൂല നിലപാടാണ്. അതോടൊപ്പം കേരളത്തിലെ MP എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ നിർദ്ദേശവും പരിഗണിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് മത്സരിച്ച ടി രമേശിന് വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ദേശീയ നിർവാഹക സമിതി അംഗം തുടങ്ങിയ ചുമതലകളും വഹിച്ചിട്ടുണ്ട്. അധ്യക്ഷ പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ആതിര സാരസ്വത് നൽകും. ആതിര, BJP നേതൃത്വം ഒരു നേതൃമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആരെയൊക്കെയാണ് പരിഗണിക്കുന്നത്? എത്തരത്തിലാണ് ഒരു മാറ്റം ഉണ്ടാവുക? ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷൻ എത്തുന്നതെന്നാണ് സൂചന. നേരത്തെയും MG രമേശിനെ പലതവണ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. എന്നാൽ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അത് നടന്നില്ല. കെ സുരേന്ദ്രൻ 2 തവണ സംസ്ഥാന അധ്യക്ഷനാവുകയും ചെയ്തു. എന്നാൽ നിലവിൽ കെ സുരേന്ദ്രന്റെ അധ്യക്ഷ കാലാവധി പൂർത്തിയാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായപ്പോഴും MGക്ക് വേണ്ടി പാർട്ടിയിൽ ഒരു വിഭാഗം സ്വരമുയർത്തിയിരുന്നു. MGയും പാർട്ടിയിലെ വിമതപക്ഷത്തിന് പോലും സ്വീകാര്യനായ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ സ്വകാര്യമായ പടലപ്പിണക്കങ്ങളൊക്കെ തന്നെ MG രമേശ് അധ്യക്ഷനാകുന്നതോടുകൂടി പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്നൊരു ധാരണ കേന്ദ്ര നേതൃത്വത്തിന് ഉൾപ്പെടെയുണ്ട്. കേന്ദ്ര നേതൃത്വത്തിനും RSS നേതൃത്വത്തിനും വളരെ താല്പര്യമുള്ള സ്വീകാര്യനായ ഒരു നേതാവ് കൂടിയാണ് MG രമേശ്. അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചപ്പോൾ പാർട്ടിക്ക് വോട്ട് ശതമാനം കൂട്ടാനും പ്രദേശത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. 2014 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 1 ലക്ഷത്തിലധികം വോട്ട് വർധനവാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ 2016 ആറന്മുള നിയമസഭാ മണ്ഡലത്തിലും മികച്ച വോട്ട് അദ്ദേഹത്തിന് വർദ്ധിക്കാൻ സാധിച്ചു. ഇത്തവണ കോഴിക്കോട് മികച്ച പോരാട്ടം MG കാഴ്ചവെച്ചു. 2019 കോഴിക്കോട് 14% വോട്ട് വർധനവായിരുന്നുള്ളത്. എന്നാൽ 2024 അത് 16%-ഓളമായി വർദ്ധിക്കാനും MDക്ക് കഴിഞ്ഞു. മാത്രമല്ല തൃശൂരിന്റെ പ്രഭാരി MG രമേശ് ആയിരുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപിക്കുണ്ടായ വിജയം അത്ര ചെറിയ വിജയമല്ല. കാരണം 75 വർഷത്തിന്റെ കാത്തിരിപ്പിലാണ് BJPക്ക് ഒരു സീറ്റ് കേരളത്തിൽ ലഭിക്കുന്നത്. അതിന്റെ ഒരു വിജയത്തിന്റെ ക്രെഡിറ്റും MG രമേശിന് അവകാശപ്പെടാം. ഇത്തരം ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഒരു നേതൃമാറ്റം സംസ്ഥാന തലത്തിൽ നടക്കുമെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പല പ്രമുഖരായ നേതാക്കൾക്കും ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാകുമെന്നും സൂചന ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന അറിവ്. ആതിര. ശരി, സംസ്ഥാന BJP നേതൃമാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. കെ സുരേന്ദ്രന് പകരം ടി രമേശ് സംസ്ഥാന അധ്യക്ഷനാവാനാണ് സാധ്യത. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര സാരസ്വത് തിരുവനന്തപുരത്ത് നിന്ന്.